റേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതായത് വെള്ളത്തെ സ്പർശിക്കുമ്പോൾ വീഞ്ഞായിട്ട് മാറുന്നു. അതുപോലെ തന്നെ അവസാന ഭാഗത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞിനെ സ്പർശിച്ചുകൊണ്ട് രക്തമാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അതായത് വിശുദ്ധ കുർബാനയുടെ ചിലപ്പോൾ സമ്പത്ത് നമ്മളിങ്ങനെ സ്വരൂപിച്ചു വെക്കും. മക്കളുടെ വിവാഹത്തിന് വേണ്ടി അപ്പനും അമ്മയും ചിലപ്പോൾ മോളുടെ വിവാഹം ഒരുപാട് കാശ് ഇങ്ങനെ സ്വരൂപിച്ചു വെക്കും. നന്നായി നടത്തണം സ്വപ്നം കാണും. അപ്പോഴായിരിക്കാം അപ്പനോ അമ്മയ്ക്കോ ക്യാൻസർ വരുന്നത്. ആ കുടുംബമായിട്ട് അമ്മയ്ക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധമാണ് ഈശോയെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ച കാര്യം. അതായത് ഏത് കുടുംബത്തിനാണോ പരിശുദ്ധമായിട്ട് ബന്ധമുള്ള അവിടെ മകൻ ഇടപെടും, ഈശോ ഇടപെടും. അപ്പം പിൽക്കാലത്ത് വലിയ കവിയായി തീർന്ന ഒരു ബാലൻ അവൻ എഴുതി ചേർത്തത് ഇപ്രകാരമാണ്: സൃഷ്ടാവ് ജലത്തെ സ്പർശിച്ചപ്പോൾ അത് ചുവന്നു തുടുത്തു. അതാണ്, വെള്ളത്തിന് കളറില്ലല്ലോ, പക്ഷേ സൃഷ്ടാവ് അതിനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും മേൽത്തരം വീഞ്ഞായിട്ട് മാറി. നമ്മൾ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഗാനമാണ് കാനായിലെ കല്യാണനാള്. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ പുണരും ലോകമിന്ന്. മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. എത്ര മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണിത്. നമുക്കറിയാം, ഈ ഒരു ഗാനത്തിന് ആസ്പദമായിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ്. അതുമാത്രമല്ല, മറ്റ് സുവിശേഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈശോ പ്രവർത്തിക്കുന്ന ആദ്യത്തെ അത്ഭുതം, അടയാളം ഒക്കെ ആയിട്ട് യോഹന്നാൻ സുവിശേഷകൻ ഇതിനെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ അത്ഭുതത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം വചനത്തിൽ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ സുവിശേഷകൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ 2 പേരുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒന്ന്, പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു. 2, യേശുവും ശിഷ്യരും അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2 പേരുടെ മഹനീയ സാന്നിധ്യമാണ് ഒരു ക്രൈസ്തവ കുടുംബം അത് ബലവത്താക്കി മാറ്റുന്നത്. അതുമാത്രമല്ല, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പോലും ഈ 2 പേരുടെയും സാന്നിധ്യം പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമാണ്. ഓരോ കുടുംബങ്ങളിലുമൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത് ഈ 2 പേരും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിലാണ് നമുക്കതെല്ലാം അനുഗ്രഹമായിട്ട് മാറുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈശോ മാത്രം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ അവന് ചിലപ്പോൾ ഈ അത്ഭുതം നടത്തിയെന്ന് വരില്ല. കാരണം എന്താണ്? സമയമായിട്ടില്ല എന്ന് കരുതി ഈശോ വേണമെങ്കിൽ മാറി നിൽക്കാം. 2-ാമത്തെ ഒരു കാര്യം, മാതാവ് മാത്രമേ ഉണ്ടെന്നെങ്കിലും ഇത് നടക്കത്തില്ല. കാരണം മാതാവിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല, ഈശോയോട് കൂടി മാത്രമേ ഉള്ളൂ. അപ്പം ഈ 2 പേരും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ്. ഈ 2 പേരുടെ സാന്നിധ്യം വിശുദ്ധ യോഹന്നാൻ പറയുമ്പം, കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പറയാറില്ല, അടയാളങ്ങൾ എന്നേ പറയുള്ളൂ. അതായത് ഈ 2 പേരുടെയും പേര് അവിടെ മെൻഷൻ ചെയ്യുമ്പം വിശുദ്ധ യോഹന്നാന് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്. അതാണല്ലോ അടയാളം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ 2 പേരും ഇല്ലാതെ പറ്റില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായും. അപ്പൊ അതൊരു അടയാളം തന്നെയാണ്. അതും ആദ്യത്തെ അടയാളമാണ്. യേശുവിൻ്റെ ഈ ആദ്യത്തെ അടയാളം നമ്മൾ എടുക്കുമ്പോൾ ഒരു സ്പർശനം നമ്മൾ കാണുന്നുണ്ട്. അതായത് വെള്ളത്തെ സ്പർശിക്കുമ്പോൾ വീഞ്ഞായിട്ട് മാറുന്നു. അതുപോലെ തന്നെ അവസാന ഭാഗത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞിനെ സ്പർശിച്ചുകൊണ്ട് രക്തമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഇതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഒരു ചെറിയ കഥ ഇങ്ങനെയുണ്ട്. അതായത് യേശു എന്ന് പറയുന്ന ഒരാൾ ഗുരുവാണ്. ആ ഗുരു സ്പർശിക്കുമ്പോൾ ആ പദാർത്ഥം മാറുന്നു. അപ്പോൾ ഈശോ എന്ന ആൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് തൊടുമ്പോൾ ജീവിതം മാറും എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. അതിപ്രകാരമാണ് കട്ടിക്കാടൻ അച്ഛൻ്റെ ഒരു പുസ്തകത്തിൽ വായിക്കാനിടയായിട്ടുള്ള ഒരു കഥയാണ്.
ഒരു സംഗീതോപകരണങ്ങളൊക്കെ ലേലം ചെയ്യുന്ന ഒരു കടയാണ്. ആ കടയിൽ മൂലയ്ക്ക് ഒരു വയലിൻ, പൊട്ടിയ വയലിൻ പൊടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആദ്യം ലേലത്തിന് അത് പൊക്കി പിടിച്ച് ഇങ്ങനെ ലേലം നടക്കാണ്. ആരും അതിന് മൈൻഡ് ചെയ്തില്ല. തിരിച്ച് വീണ്ടും ആ മൂലയിലേക്ക് തന്നെ ആ വയലിൻ പോവുകയാണ്. അവസാനം ഒരാൾ വന്നിട്ട് ആ പൊട്ടിയ വയലിൻ്റെ പൊടിയൊക്കെ തൂത്തു, കമ്പികളൊക്കെ കെട്ടി വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ലേലം ആദ്യം ഒഴിവാക്കി പോയി എല്ലാവരൊക്കെ അതിൻ്റെ സംഗീതത്തിൻ്റെ മാധുര്യമാർന്ന സ്വരം കേട്ടിട്ട് ആ കടക്കാരൻ്റെ അടുത്തേക്ക്, ലേലക്കാരൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. പിന്നീട് അവർ നോക്കിയപ്പോൾ ആ മൂലയ്ക്കിരുന്ന അതേ വയലിൻ ഇത്ര മനോഹരമായിട്ട് ശബ്ദം, നാദം പുറത്തു വരുമ്പോഴത്തേക്കും അവർ അത്ഭുതപ്പെടാണ്. അപ്പോൾ ഇതെന്താണ് നേരത്തെ വിറ്റ് പോകേണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വിലയ്ക്ക് ഇത് ലേലം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരു വൃദ്ധൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അത് ഗുരുവിൻ്റെ സ്പർശനമാണ്. ആ പൊട്ടിയ നാദമില്ലാത്ത ഒരു ഉപകരണത്തെ നാദമാക്കി മാറ്റിയത് ഗുരുവിൻ്റെ സ്പർശനമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആ സ്പർശനം, ഗുരുവിൻ്റെ ഒരു സ്പർശനം, ഇപ്പോൾ ഒരു കല്ലെടുക്കുക, കല്ല് ചെത്തി ശിലയാക്കുന്ന ഒരു ശില്പി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കല്ലായിരിക്കും മനോഹരമായിട്ട് ശിലയാക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഗുരുവിൻ്റെ സ്പർശനം പല പദാർത്ഥങ്ങളെയും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദുഃഖകരമായിട്ട് നിരാശയായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. അപ്പോൾ ഗുരുവിൻ്റെ ഒരു ടച്ച് മതി, ഒരു സ്പർശനം മതി നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് എന്ന് ഈ അടയാളം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വയലിൻ, പൊട്ടിയ വയലിനാന്ന് പറയുമ്പോൾ വയലിന് ഒരു കുറവാണത്. എനിക്ക് തോന്നുന്നു ഈ വചനഭാഗം വായിക്കുമ്പം നമുക്ക് വരുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. ചിലപ്പോൾ കണക്കൂട്ടുകളുകൾ തെറ്റുന്ന ഒരു സമയം വരും. ഇപ്പൊ ഇവിടെ ഇവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരുപാട് അതിഥികൾ വന്നതായിരിക്കാം ഈ പ്രശ്നം വീണ് തീരാൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും കണക്കൂട്ടി വെക്കും. ചിലപ്പോൾ സമ്പത്ത് നമ്മളിങ്ങനെ സ്വരൂപിച്ച് വെക്കും. മക്കളുടെ വിവാഹത്തിന് വേണ്ടി അപ്പനും അമ്മയും ചിലപ്പോൾ മോളുടെ വിവാഹം ഒരുപാട് കാശ് ഇങ്ങനെ സ്വരൂപിച്ച് വെക്കും, നന്നായി നടത്തണം സ്വപ്നം കാണും. അപ്പോഴായിരിക്കാം അപ്പനോ അമ്മയ്ക്കോ ക്യാൻസർ വരും. അപ്പോൾ ഈ കാശ് മൊത്തം അങ്ങോട്ട് പോകും. ഇനി വിദേശത്ത് പോകാൻ വേണ്ടി മക്കൾക്ക് കാശ് സ്വരൂപിച്ച് വെക്കും. അപ്പോഴായിരിക്കാം IELTS പാസ്സാവാതിരിക്കും. ഇനി നന്നായി പഠിച്ചു, ആഗ്രഹിച്ചു, എനിക്ക് ഇന്നൊരു ഡിഗ്രി കിട്ടണം, അപ്പോഴായിരിക്കും പരീക്ഷയ്ക്ക് തോക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പലതും കണക്കൂട്ടലുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. പക്ഷേ ചിലപ്പോൾ കണക്കൂട്ടലുകൾ തെറ്റുന്ന ഒരു സമയം വരും. ഇവിടെ ഈ വിവാഹവേളയിലും പറ്റിയത് അത് തന്നെയാണ്, കണക്കൂട്ടലുകൾ തെറ്റി. പക്ഷെ ഈ കണക്കൂട്ടലുകൾ തെറ്റുമ്പം മനസ്സിലാക്കേണ്ട ഒരു സമയമുണ്ട്. ഇവിടെ പ്രത്യേകം യോഹന്നാൻ ശ്ലീഹ പറയുന്നത് 3-ാം ദിവസം. ഈ 3-ാം ദിവസം എന്ന് പക്ഷേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തുടക്കം തൊട്ട് വായിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് 3-ാം ദിവസം അല്ല. തുടക്കം തൊട്ട് നമ്മൾ അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് 5-ാമത്തെ ദിവസമൊക്കെ എത്തേണ്ട സമയമായി. പക്ഷെ എന്തുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ 3-ാം ദിവസം എന്ന് പറയുമ്പം അതും ഒരു അടയാളമാണ്. എൻ്റെ ജീവിതത്തിൽ കണക്കൂട്ടലുകൾ തെറ്റാം. ആ തെറ്റുമ്പം എൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് എന്താ? ഒരു 3-ാം ദിവസം ഉണ്ടാകും. ഇതാണ് ഉയർപ്പിന്റെ ഒരു 3-ാം ദിവസം പോലെ എനിക്കും ഒരു ഉയർപ്പ്. അത് ഞാൻ പറയുന്നത് 3-ാം ദിവസം എന്നുള്ളത് കണക്കൂട്ടി 3-ാം ദിവസം അല്ലേ. ഓക്കെ, ഇന്നെൻ്റെ കാശ് നഷ്ടം വന്നു, മറ്റന്നാൾ എൻ്റെ കാശെല്ലാം ശരിയാകും എന്ന ഉദ്ദേശത്തിലല്ല. പക്ഷെ അതൊരു അടയാളമാണ്. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു 3-ാം ദിവസം വരും. ഒരു മരണത്തിന് ശേഷമാണ് ഒരു ഉയർപ്പുണ്ടാകുന്നത്. കാനായിലെ ആ ഭവനത്തിലെ കണക്കുകൂട്ടലുകൾ തെറ്റിയപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമാണ് വലിയ അനുഗ്രഹമായിട്ട് മാറിയത്. കണക്കുകൂട്ടലുകൾ തെറ്റിയപ്പോൾ ആ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാനായിട്ട് ഒരാൾ ഉണ്ടെന്നൊരു കാഴ്ചപ്പാടാണ് പരിശുദ്ധ അമ്മ. എപ്പോഴും അപമാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ ലഭിച്ചിരിക്കുന്നത്. ഇതിലാണെങ്കിലും ഇപ്പൊ ആ കല്യാണ വീട് എടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഓരോ കാര്യത്തിനായിട്ട്, ഇങ്ങനെ ഒരു സ്വന്തം വീട്ടിലെ അമ്മയെ പോലെ. അപ്പോൾ പഴയ പല പുസ്തകങ്ങളിലൊക്കെ വിവരണങ്ങളിലും പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു സിസ്റ്ററിന്റെ മകന്റെ കല്യാണം അല്ലെങ്കിൽ അങ്ങനെ വേണ്ടപ്പെട്ടൊരു കല്യാണമായിട്ടാണ് വിവരിക്കുന്നത്. അത് അത്ര ഡോക്യുമെന്റ് ചെയ്യുന്ന കാര്യമല്ലെങ്കിലും അത് സത്യമാകാം അസത്യമാകാം ആയിക്കോട്ടെ, പക്ഷെ അതില് പരിശുദ്ധ അമ്മ കുടുംബത്തിന് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ക്ഷണിക്കപ്പെട്ട കാര്യം പറയുന്നില്ല, വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തന്നെ ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടു എന്ന് പറയും. പരിശുദ്ധ അമ്മ ക്ഷണിക്കപ്പെട്ടു എടുത്ത് എഴുതിയില്ല, കാരണം അമ്മ അവിടെ തന്നെ. നമ്മുടെയൊക്കെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഒരു വിവാഹത്തിന് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോവാന്ന് കരുതിക്കോട്ടെ, നമ്മൾക്കൊക്കെ പ്രത്യേക ഒരു ക്ഷണം കാണാം അച്ഛന്മാരൊക്കെ ആയതുകൊണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ അമ്മമാര് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ ഒരുക്കങ്ങൾ തൊട്ടേ അവരുടെ കണക്കൂട്ടലുകളെല്ലാം നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ അമ്മമാര് അവിടെ ആ വീട്ടിലുണ്ടെന്നുള്ളത് വലിയൊരു കാര്യം. അതേപോലെ നമ്മൾ ക്ഷണിക്കപ്പെട്ട ആ ഒരു ബോധ്യമാണ് പരിശുദ്ധ അമ്മ ഈശോയിലേക്ക് എത്തിക്കുന്ന. അത് അവൻ കോൺഫിഡന്റ് ആണ് പരിശുദ്ധ അമ്മായി തന്റെ മകനില്, അവൻ ഈ കാര്യം എല്ലാം അടിപൊളിയാക്കും എന്നൊരു കാര്യം. അതുകൊണ്ട് ഈശോയോട് വളരെ ഫ്രീഡത്തോട് പറയാണ്. അങ്ങനെ ചെയ്യണ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നത് എനിക്കും നിനക്കും എന്തെന്ന് ചോദിച്ച് ഒരു നമ്മൾ വിചാരിക്കും തറുതലയാന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു കുട്ടി അമ്മയോട് തറുതല പറയുന്ന പോലെ
തറതലയല്ല, പക്ഷെ അതിലൊരു ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു ധ്വനി എന്ന് പറയുന്നത് പക്ഷെ അതിനൊരു ആരോപണമാണ്. ആരോപണം ഈ പറയുമ്പോൾ അതിന്റെ വിവരണം എങ്ങനെയാണ്, അതായത് പണ്ഡിതന്മാർ പറയുന്ന പ്രകാരമാണ്, എനിക്ക് നിനക്ക് എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഞാനിത് ചെയ്തേ, ലീവ് ഇറ്റ് മീ, എനിക്ക് അത് വിട്ടു തന്നേക്കൂ, ഞാനത് ചെയ്തേക്കാം. നമ്മൾ യൂത്തന്മാരൊക്കെ പറയില്ലേ, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കില്ലേ, ഞാൻ ഓക്കെ എല്ലാം സെറ്റ് എന്ന് പറയുന്നോണം, എനിക്ക് വിട്ടു തന്നേക്ക്, ഞാൻ എല്ലാം ചെയ്തേക്കാം, എൻ്റെ കയ്യിലെല്ലാം ഭദ്രമാണ്, ഞാൻ നോക്കിക്കൊള്ളാം, എൻ്റെ സമയമായിട്ടില്ല എന്നാലും ഞാനിവിടെ ഇടപെടും എന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം വിട്ടുകൊടുക്കുക. എല്ലാ കാര്യവും എത്ര ബേർഡൻസ്, എത്ര ഭാരം ഉണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഇപ്പോൾ ആ ബ്രൈഡ് ഗ്രൂം, ആ മണവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാണക്കേടിൻ്റെ ഒരു സമയമായിരുന്നു. അവിടെ പോലും പരിശുദ്ധ അമ്മ ഇടപെട്ടു, അത് ഈശോയിലേക്ക് കൊടുത്തു. എല്ലാം കൊടുക്കുക, അവൻ എല്ലാം അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ള കാര്യമാണ്. ഈ ഈശോയിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോഴും അടുത്തൊരു അടയാളം അവിടെയുണ്ട്. 6 കൽഭരണികൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണല്ലോ. ഈ 6 കൽഭരണികൾ കൊണ്ടുവരുന്നപ്പം അവന് വേണമെങ്കിൽ ഇതിനകത്ത് വീന് നിറയട്ടെ എന്നങ്ങ് പറഞ്ഞാൽ മതി, വീന് നിറയൂലോ. പക്ഷെ എന്തിനാണ് അവൻ വെള്ളം നിറയ്ക്കാൻ പറയുന്നത്? അവൻ അതിൻ്റെ ആവശ്യമുണ്ടോ? അത്ഭുതം പ്രവർത്തിക്കാമെങ്കിൽ അവൻ എന്തും ചെയ്യാം. പക്ഷെ അവൻ വെള്ളം നിറയ്ക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, നമ്മൾ അവന് കൊടുക്കണം. ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കൊടുക്കണം. അത് ഈശോയുടെ അത്ഭുതങ്ങളുടെ ഒരു പ്രത്യേകത. അവൻ ഒരിക്കലും പെട്ടെന്ന് സുഖപ്പെടുത്തുന്നില്ല, എല്ലാറ്റിനും പ്രോസസ് ഉണ്ട്. ഇപ്പൊ അവന്റെ കണ്ണിൽ ചെളി പറ്റി വെച്ചു, തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി വെച്ചു, അവിടെ പോയി കഴുകാൻ വേണമെങ്കിൽ പറഞ്ഞാൽ ശരിയാക്കാൻ പറഞ്ഞാൽ മതി, ശരിയാവട്ടെ എന്ന് പറഞ്ഞാൽ 5 2 കിട്ടിയിട്ടാണ് ബാക്കി കൊടുത്തത്. പ്രോസസ് ഉണ്ട് ഇപ്പോഴും, അതിന്റെ പിന്നിൽ ഒരു പ്രോസസ് ഉണ്ട്. ഇതിലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യരുടെ സഹകരണമാണ് എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നത്. കാരണം ലാസറിന്റെ കുഴിമാടത്തിൽ ചെന്നു കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു, നേരെ ഓട്ടോമാറ്റിക്കലി ചെന്നിട്ട് പറയാം കല്ല് മാറട്ടെ എന്ന് പറഞ്ഞെങ്കിൽ മാറായിരുന്നു. അതുപോലെ തന്നെ വെള്ളം നിറയട്ടെ എന്ന് പറഞ്ഞെങ്കിൽ വെള്ളം നിറയായിരുന്നു. പക്ഷേ വെള്ളം നിറയ്ക്കാനായിട്ട് മനുഷ്യർ വന്നു, കല്ലെടുത്ത് മാറ്റാനായിട്ട് മനുഷ്യർ വന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അടയാളം ഉണ്ടാവണമെങ്കിൽ, അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഒരു സഹകരണ ദൈവത്തിന് ആവശ്യമാണ്. നമ്മൾ കല്ലെടുത്ത് മാറ്റിയാലാണ് അവിടെ അത്ഭുതം നടക്കുള്ളൂ, നമ്മൾ കുടത്തിൽ വെള്ളം നിറച്ചാലാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുള്ളൂ എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റും കൂടെയാണ്. ഇന്ന് ചിലരൊക്കെ ഈ ഭക്തിമയത്തിൽ മുഴുകിയിരിക്കുന്നവരുണ്ട്. മുഴുവൻ നേരവും പള്ളി, മുഴുവൻ നേരവും ഭക്തകാര്യങ്ങൾ, പ്രാർത്ഥന, അത് സ്വന്തം കടമകൾ പോലും മറന്ന്. അതുകൊണ്ട് കുടുംബത്തിലൊക്കെ ഒത്തിരി വീഴ്ചകൾ, കുടുംബജീവിതത്തിൽ വീഴ്ചകളൊക്കെ ഉണ്ടാകുന്നവരുണ്ട്. അപ്പോൾ ഈശോ ഒരിക്കലും അങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്നത് ശരിയാണ്, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പോലും നിർവഹിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ആത്മീയതയിലേക്ക് കടന്നു വരാൻ. തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു അർത്ഥം നല്ല രീതിയിൽ ഈശോയുടെ എല്ലാ അടയാളങ്ങളിലും ഈശോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഈ കണക്കൂട്ടലുകളൊക്കെ തെറ്റിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ കണക്കൂട്ടുകളൊക്കെ നമ്മൾ തെറ്റും, സ്വാഭാവികമാണ്. പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. അവിടെ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഓരോ പ്രശ്നം വരുമ്പോഴും അത് തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ വേണം. ഒന്നാണ്, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കൊരു സാന്നിധ്യം ഉണ്ടാകണം. ഇങ്ങനെ ചിന്തിക്കാം, നമുക്ക് നമ്മുടെ കുടുംബം എടുത്തു നോക്കാം. എൻ്റെ കുടുംബത്തിൽ നമ്മുടെ അമ്മ മരിച്ചു പോയാൽ, അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ ഒരു കുറവുണ്ടാവും. എത്രയൊക്കെ പറഞ്ഞാലും അപ്പനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, അമ്മാമ്മയോ അമ്മൂമ്മയോ ആരെത്ര അത് നികത്താൻ ശ്രമിച്ചാലും അമ്മയുടെ സ്ഥാനം നികത്താൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ അതിനൊരു കുറവുണ്ടാവും. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന് ഒരു കുറവുണ്ടാകും. അതാണ് ആദ്യം പറഞ്ഞത്. അതായത് ആ കുടുംബമായിട്ട് അമ്മയ്ക്കൊരു ബന്ധം ഉണ്ടായിരുന്നു, ആ ബന്ധമാണ് ഈശോയെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ച കാര്യം. അതായത് ഏത് കുടുംബത്തിനാണോ പരിശുദ്ധ അമ്മയായിട്ട് ബന്ധമുള്ള അവിടെ മകൻ ഇടപെടും, ഈശോ ഇടപെടും. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക്, അല്ലെ എളുപ്പമാർഗം എന്ന് പറയുന്നാൽ ആ അമ്മയിലേക്ക് എത്തുന്നവനെ ഈശോ കാണുന്നുണ്ട്. ആ ഒരു ബോധ്യം എപ്പോഴും നല്ലതാണ്. കർത്താവ് കൂടെ, അമ്മ കൂടെ ഉണ്ട്, അത് ഈശോയിലേക്കുള്ള നല്ലൊരു മാർഗം. ഞാനൊക്കെ സെമിനാരി ചേരുമ്പോൾ അമ്മ ഇങ്ങനെ പറയാറുണ്ട്, ഇന്നു മുതൽ ഞാനല്ല അമ്മ, നിനക്ക് പരിശുദ്ധ അമ്മയുണ്ട്. കാരണം നീ നമ്മുടെ വീടെടുക്കുക, വീട്ടിൽ മല്ലിപ്പൊടി തീർന്നു, മുളകൊടി തീർന്നു, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അമ്മയ്ക്കാണ് അറിയുന്നത്, അപ്പനേക്കാളും കൂടുതലായിട്ട് അമ്മയ്ക്കാണ് അറിയുന്നത്. അപ്പോൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ സെമിനാരി ജീവിതത്തിൽ നിനക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോഴത്തേക്കും ചാടി കളിച്ചടക്കുന്ന ഒരു പ്രായമാണ്. ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. വൊക്കേഷൻ പ്രൊമോഷൻ പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് കളിച്ചടക്കണം, അതുപോലെ തന്നെ ടൈം ടേബിൾ അനുസരിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിരുന്നു ആ സമയത്ത്. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറയുമ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, പക്ഷേ പരിശുദ്ധ അമ്മയോട് പറയാം, നിന്റെ കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് എന്നെക്കായും വാത്സല്യം നിനക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് കിട്ടും. ഓരോ ദിവസവും പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പടിയിറക്കി അമ്മ വിടുന്നത്, അല്ലെങ്കിൽ സെമിനാരി കൊണ്ടുവിടുന്നതൊക്കെ. അപ്പം ആദ്യത്തെ കാര്യം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ വേണം.
ഇനി രണ്ടാമത് എന്താണ് വേണ്ടത്? ഈ അമ്മ എന്താ പറയുന്നത് നമ്മളോട്? പുത്രനെ അനുസരിക്കുക. പുത്രനെ അനുസരിക്കുക. അപ്പൊ പുത്രൻ പറയുന്നത് നമ്മൾ ചെയ്യണം. അതാണ് നല്ലൊരു സ്പിരിച്വാലിറ്റി എന്ന് പറയാം. ഡു വാട്ട് എവർ ഹി ടെൽസ് യു. അവൻ പറയുന്നത് പോലെ നീ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിസ്താനുകരണം അങ്ങനെയുള്ള പുസ്തകങ്ങൾ പഴയ ഒരു ആത്മീയത തുടങ്ങുകയാണെങ്കിൽ തന്നെ അങ്ങനെ പറയുമ്പോഴൊക്കെ അവർ പറയില്ലേ, ഈശോയെ സ്നേഹിക്കാനുള്ള നല്ല മാർഗം എന്ന് പറയുന്നത് വചനം പറയുന്നു, ബൈബിളിൽ പറയുന്നു, കൽപ്പനകൾ പാലിക്കുക, വചനം പാലിക്കുക, വചനം ശ്രവിക്കുക. അപ്പോൾ ഈശോ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാ. അങ്ങനെ വരുമ്പോൾ തെറ്റ് പറ്റത്തില്ല, അശുദ്ധി വരുന്നില്ല ജീവിതത്തിൽ, വന്നാലും തിരിച്ചു വരാനുള്ള ബോധ്യം കിട്ടും. അപ്പോൾ അവൻ പറയുന്ന പോലെ ചെയ്യാനായിട്ട് നമുക്കൊരു മനസ്സ് കാണിക്കുക. എളിമയിൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യം. അത് മാത്രമല്ല, ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരം വീഞ്ഞുണ്ടായിരുന്നു ഇവിടെ. ഒന്നെന്ന് പറയുന്നത് അവർ വീട്ടുകാര് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു വീഞ്ഞുണ്ടായിരുന്നു. അത് തികഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് താഴ്ന്ന തരവുക. പക്ഷെ ഈശോ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ അത് മേൽത്തരവുമായി, അധികവുമായി. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ചിലപ്പം കുറയുന്ന 1 ജാറോ അല്ലെ 2 ജാറോ ആയിരിക്കും. പക്ഷെ ഈശോ വർദ്ധിപ്പിച്ചത് 6 ജാറോളമാണ്. അപ്പോൾ അവർക്ക് അധികമാണ്, സമൃദ്ധിയാണ്, സമൃദ്ധിയിലേക്ക് കടന്നു വരിക. അപ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം ഒരു മേൽത്തരം വീഞ്ഞായിട്ട് മാറും. അതാണ് ഗുരുവിൻ്റെ സ്പർശനം അതിനെ കൂടുതൽ മധുരമുള്ളതാക്കി മാറ്റിയെന്ന് പറയും. ഇതിന് ഒരു ചെറിയൊരു സംഭവമുണ്ട്. അതായത് ഒരു ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്നുണ്ട് കുട്ടികളോട്, സൺഡേ സ്കൂൾ കുട്ടികളോട് പറയുന്നുണ്ട്, കാനായിലെ കല്യാണ വിരുന്ന് വിവരിക്കുക. അപ്പം പിൽക്കാലത്ത് വലിയ കവിയായി തീർന്ന ഒരു ബാലൻ അവൻ എഴുതി ചേർത്തത് ഇപ്രകാരമാണ്: സൃഷ്ടാവ് ജലത്തെ സ്പർശിച്ചപ്പോൾ അത് ചുവന്നു തുടുത്തു. അതാണ്, വെള്ളത്തിന് കളറില്ലല്ലോ, പക്ഷേ സൃഷ്ടാവ് അതിനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും മേൽത്തരം വീഞ്ഞായിട്ട് മാറി. അപ്പം നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സ്പർശനം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മാതാവിൻ്റെ വലിയൊരു കരുതൽ. നമ്മളൊക്കെ ഇങ്ങനെയല്ലേ പറയാം, നീലക്കാപ്പയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണേ എന്നൊക്കെ പറയും. അമ്മയുടെ വലിയൊരു സംരക്ഷണമാണ്. ഇപ്പം ജിസ്മോനച്ചൻ പറഞ്ഞ അമ്മ കുഞ്ഞിലേ തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ സെമിനാരി ചെന്നപ്പം തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, മാതാ ഞാനല്ല ഇനി അമ്മ. ഇങ്ങനെ പറഞ്ഞതാണ് ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ അമ്മയും. അതുകൊണ്ടാണ് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആള് പറയുന്നത്, മറിയമേ ഞാൻ പൂർണ്ണമായും നിന്റേതാണ്, തോത്തൂസ് തൂസ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളുമൊക്കെ അങ്ങനെയൊക്കെ അല്ലേ വൈദിക ജീവിതത്തില്. ഈ 2 പേരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കഴിയുള്ളേ? കൊച്ചു ത്രേസ്യ പുണ്യവതി അങ്ങനെയാണ്. പരിശുദ്ധ അമ്മയുടെ രൂപത്തിന്റെ മുമ്പിൽ പോയി എന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാ. സത്യം പറഞ്ഞ ബൈബിളിൽ പറയുന്നത് ഭാഗ്യവതി ആരാണ്? പരിശുദ്ധ അമ്മയാണ്. പക്ഷെ ഇവിടെ കൊച്ചു ത്രേസ്യ പോയി പറയാണ്, ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവതി. കാരണം എന്താ? എനിക്ക് അമ്മയായിട്ട് കിട്ടി. അതെ, അമ്മയ്ക്കറിയാം തിരുത്തേണ്ട മേഖലകളും പൊരുത്തപ്പെടേണ്ട മേഖലകളൊക്കെ കൃത്യമായിട്ട് അറിയാം. അമ്മ എന്നെ പരിശീലിപ്പിക്കും. നമ്മളെ എല്ലാ കുടുംബത്തിലാണെങ്കിലും വൈദിക ജീവിതം നമ്മൾ ഇങ്ങനെ എടുത്ത് പറഞ്ഞെങ്കിലും കുടുംബജീവിതവും അത് തന്നെയാണ്. കുടുംബത്തിൽ അമ്മയുടെ സ്ഥാനം നമ്മളെ കുറച്ചുകൂടി ബെറ്റർ ആക്കും, കുറച്ചുകൂടി ഒരു വളർച്ച. നമ്മളൊക്കെ സാധാരണ പോലെ ജീവിച്ച് പൊക്കോളാന്ന് വിചാരിക്കുന്നവരാ. അങ്ങനെയല്ല, നമ്മുടെ ആ സ്റ്റാൻഡേർഡ് വിട്ട് കുറച്ചുകൂടി ഉയരണം. ഓരോ ഡേ ബൈ ഡേ നമ്മൾ ഓരോ ദിവസവും ആത്മീയമായ ഒരു ഉയർച്ച. അതിന് പരിശുദ്ധ അമ്മ, നമ്മൾ പറയാലോ, യോഹന്നാനെ പോലും ഏൽപ്പിച്ചു കൊടുത്തു, 3-ാം ദിവസം മാറ്റം കാണുക. അത് അവൻ്റെ സ്വാർത്ഥത വിട്ടുമാറിയെന്ന് നമ്മൾ പറയില്ല. അവൻ വലിയ സ്വാർത്ഥനായിരുന്നു യോഹന്നാൻ. പക്ഷെ അമ്മയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ 3-ാം ദിവസം ഈശോയുടെ ഉയർപ്പ് കാണാൻ ഓടുമ്പോൾ, അവൻ യുവാവാണെങ്കിലും അവൻ ആദ്യം ഓടുന്നുണ്ട്, പക്ഷെ ആദ്യം കാണാൻ ശ്രമിക്കണില്ല. പത്രോസിന് വിട്ടുകൊടുക്കണം, വഴിമാറി കൊടുക്കണം. അത് നിസ്വാർത്ഥത, സ്വാർത്ഥതയിൽ നിസ്വാർത്ഥത. അപ്പൊ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും പരിശുദ്ധ അമ്മ വല്ലാത്ത അത്ഭുതങ്ങളും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കും. കൃപ കൊണ്ട് പ്രവർത്തിക്കും. നമ്മൾ വിട്ടുകൊടുക്കാന്നുള്ള, ഇപ്പൊ CCC പറയുന്നതാണ്, കൃപയുടെ ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ പ്രയത്നമാണ്. നമ്മൾ പ്രയത്നിക്കുമ്പോൾ, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ കൃപ വരും. പരിശുദ്ധ അമ്മ അങ്ങനെ കൃപ കൊണ്ട് നമ്മളെ വളർത്തും. അവള് കൃപ നിറഞ്ഞവളാണല്ലോ, കൃപയാൽ നിറയപ്പെട്ട. ഈ വചനഭാഗം ചിന്തിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം വരുന്നത്, ഒന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട വചനമാണ്. ഒന്ന് പരിശുദ്ധ അമ്മയെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നു. ഇനി മറ്റൊരു തെറ്റിദ്ധാരണ എന്താണ്? ഈശോ തന്നെ ലൈസൻസ് കൊടുക്കുകയാണ് കുടിക്കാൻ. പലപ്പോഴും ഈ ഒരു വചനം എടുത്തിട്ടാണ് എല്ലാ മദ്യപാന്മാരും പറയുന്നത്, കർത്താവ് എന്താ ചെയ്തത്? വെള്ളം വീണാക്കുമല്ലേ ഇത്, അപ്പൊ അവിടെ കുടിക്കാൻ അനുവാദം കൊടുത്തു, പിന്നെന്താ കുടിച്ചാൽ കുഴപ്പം? അപ്പം എനിക്ക് തോന്നുന്നു യോഹന്നാൻ സുവിശേഷകനെ തന്നെ അങ്ങ് കളിയാക്കുന്നതിന് തുല്യത്. അവനിത് അടയാളമായിട്ട് പറഞ്ഞിട്ട് പട്ടം കഴിഞ്ഞ് 2 മാസം, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു കസിൻസിൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഒരു ചേട്ടൻ്റെ കൊച്ചിൻ്റെ മാമോദീസയാണ്. അപ്പോൾ രസകരമായ ഒരു അനുഭവമാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ തമാശയ്ക്ക് ഒരു കൊച്ചൊരു ക്ലാസ്സിൽ പെട്ടെന്ന് വെള്ളം നിറച്ചു. എന്നിട്ട് ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഈ ക്ലാസ് ഇങ്ങനെ വെച്ചിട്ട്,
അച്ഛാ കർത്താവ് കാനായിൽ അത്ഭുതം ചെയ്തു, പുള്ളി ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് അത്ഭുതം ചെയ്തത്, അച്ഛൻ ഇതൊന്ന് വാഴ്ത്തി വീഞ്ഞാക്കും, അച്ഛൻ്റെ കഴിവൊന്ന് നോക്കട്ടെ എന്ന്. അപ്പം നമ്മളൊന്ന് ഞെട്ടി, കാരണം പട്ടം കെട്ടിട്ട് ഒരു കൊച്ചു വന്ന് ആദ്യമായിട്ട് പറയാ ഇതൊന്ന് വാഴ്ത്തി വീഞ്ഞാക്കാൻ പറഞ്ഞപ്പോഴേക്ക് നമ്മളൊന്ന് ഞെട്ടി. അപ്പോൾ ഞാൻ കുറച്ച് കണ്ണൊക്കെ അടച്ചു, ഭക്തിപൂർവ്വം ഒന്ന് പ്രാർത്ഥിച്ചു, ഇങ്ങനെ കുരിശൊക്കെ വരച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു, വീഞ്ഞായിടാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൻ കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ കുടിച്ചു കഴിഞ്ഞ് മൊത്തം തീർത്തറിഞ്ഞിട്ട് പറഞ്ഞു, അവർ രുചിച്ചപ്പോഴാണ് ആ അത്ഭുതം മനസ്സിലായത്, നിങ്ങൾ രുചിക്കാൻ മനസ്സ് വന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അത്ഭുതം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാനായിൽ ഈ അത്ഭുതം അവർ രുചിച്ചപ്പോഴാണ് വന്നത്. കർത്താവ് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിഞ്ഞാലാണ് അത്ഭുതം എന്താണെന്ന് മനസ്സിലാവും എന്നുള്ള ഒരു ചിന്തയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഈ കാനായിലെ കല്യാണ വിരുന്ന് എന്ന് പറഞ്ഞ ഈ അത്ഭുതം അല്ലെങ്കിൽ ഈ അടയാളം, ഇത് രുചിച്ചപ്പോഴാണ് അവർക്ക് അത്ഭുതമായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, ഒരു ചെറിയ അനുഗ്രഹങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് രുചിച്ചറിഞ്ഞാൽ മാത്രമാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥത്തിലേക്ക് തന്നെ നമ്മൾ കടക്കണം. അതായത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനം വേണം, ഈശോ, രണ്ടുപേരും. നമ്മൾ ആരും മുകളിലല്ല, ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. അല്ലാതെ നമ്മൾ അനാവശ്യമായ മറ്റ് ചിന്തകളിലേക്കല്ല പോകേണ്ടത്. യോഹന്നാൻ സുവിശേഷകനും അത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നത് ഈശോയിൽ നിന്നും തുടങ്ങി പരിശുദ്ധ അമ്മയിലേക്ക് വരെ നമ്മൾ എത്തുമായിരുന്നു. അപ്പോൾ ഈ വിശുദ്ധ വിൻസെൻ്റ് പോള്, നമ്മുടെ വിൻസെൻ്റ് സഭയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് പോള് ഇങ്ങനെ പറയുന്നത്, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ദൈവത്തിലേക്ക് കൊടുക്കുക, അവനത് പല സമയത്തും, നമ്മൾ വിചാരിക്കാത്ത സമയത്തും വിചാരിക്കാത്ത നിമിഷത്തിലും വിചാരിക്കാത്ത വിധേനയും അവനെല്ലാം പൂർത്തിയാക്കും. അപ്പോൾ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ അത്രയും ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യൻ, കാരണം അത്രയും ബലഹീനത ഉള്ളതുകൊണ്ട് ഈ മനുഷ്യൻ അങ്ങേറ്റ ദൈവത്തിൽ ആശ്രയിച്ച് അത്ഭുതകരമായ വഴിയിലൂടെ ദൈവം നടത്തുന്നതൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 1:5 പറയുന്നുണ്ടല്ലോ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകൾ ഞാൻ ചെയ്യും, വിസ്മയഭരിതരാകുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം അങ്ങനെ പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലാണെങ്കിലും വൈദിക ജീവിതത്തിലാണെങ്കിലും സമർപ്പിത ജീവിതത്തിലാണെങ്കിലും ദൈവം തൊട്ട് കഴിയുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. പരിശുദ്ധ അമ്മ പറഞ്ഞ ആ ഒരു സ്പിരിച്വാലിറ്റി, ആ ഒരു ആത്മീയത നമുക്ക് കടമെടുക്കണം എപ്പോഴും. ദൈവം പറയുന്നത് പോലെ ചെയ്യുക. ചിലപ്പോൾ അതിലൊരു ലോജിക്ക് കാണുകയില്ല, അതിലൊരു നമുക്ക് എന്താണെന്നൊന്നും പിടികിട്ടില്ല, പക്ഷെ തരുന്നത് ദൈവം നല്ലത് തരത്തുള്ളൂ. ഇതിനോട് കൂടെ ചേർത്ത് നമുക്ക് പറയാവുന്നൊരു കാര്യമുണ്ട്, അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഒന്ന് പറയാം. ഈ ജപ്പാനിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ റെസ്റ്റോറൻറ്റ് പേര് റെസ്റ്റോറൻറ്റ് ഓഫ് മിസ്റ്റേക്കൺ ഓർഡേഴ്സ്. അവിടെ വിളമ്പുന്നവർക്ക് മറവി രോഗമാണ്, മറവി ആയതുകൊണ്ട് അവരെപ്പോഴും മറന്നു പോകും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊരു ഓർഡർ കൊടുത്താൽ പറയുന്നതായിരിക്കില്ല കിട്ടുന്നത്, ചിലപ്പോൾ അവർ ആദ്യം ചെല്ലുമ്പോൾ കാണുന്ന എന്താണ് അത് എടുത്തുകൊണ്ട് വരും. അപ്പോൾ റെസ്റ്റോറൻറ്റ് പറയുന്നൊരു വാഗ്ദാനം ഇതാണ്, ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കുന്നതായിരിക്കില്ല അവിടെ വിളമ്പുന്നത്, ഒരുപക്ഷെ ബിരിയാണി ചോദിച്ചാൽ പൊറോട്ടയായിരിക്കും തരുന്നത്, പക്ഷേ വിളമ്പുന്നത് രുചികരമായിരിക്കും. ചോദിക്കുന്നതായിരിക്കില്ല തരുന്നത്, പക്ഷെ വിളമ്പുന്നത് അങ്ങേറ്റം ഡിലീഷ്യസ് ഫുഡ്സ് ആയിരിക്കും, ഏറ്റവും സ്വാദിഷ്ടമായ കാര്യമായിരിക്കും. ദൈവത്തിൻ്റെ അടുത്തേക്കും കൊടുക്കുമ്പോൾ ദൈവം നടത്തുന്ന വഴികളും അവൻ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. നമ്മൾ കാത്തിരുന്ന് കാണണം. അപ്പോൾ ദൈവം തൊടാൻ വേണ്ടി സമയം കൊടുക്കുക, വിട്ടുകൊടുക്കുക. അപ്പം തന്നെ നമ്മൾ കണ്ട കാര്യം പരിശുദ്ധ അമ്മ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനുഗ്രഹം എന്നും ഉണ്ടാവും. ആ കാനായിലെ കല്യാണ വിരുന്നിലെ ആ മണവാളനോടും ആ മണവാളൻ്റെ അമ്മയോടുമുള്ള ബന്ധമാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഓടാൻ പ്രേരിപ്പിച്ചത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്. എല്ലാ ദിവസവും നമ്മുടെ കുടുംബത്തിലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും, ആ ജപമാലയും പരിശുദ്ധ കുർബാനയും നമ്മുടെ സഭയെ താങ്ങി നിർത്തുന്ന 2 തൂണുകളാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരാം. നല്ലൊരു എളുപ്പമാർഗ്ഗമാണ്. നാരികേയ സർപ്പത്തിൻ്റെ തകർത്ത പരിശുദ്ധ അമ്മ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിതരാകാൻ, നമ്മുടെ ക്ലേശങ്ങളിൽ നിന്ന് മോചിതരാകാനൊക്കെ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. വേണ്ട വിധം എങ്ങനെ ദൈവത്തിലേക്ക് എത്തണമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമുക്ക് പരിശുദ്ധ അമ്മയോട് ഒരു സ്നേഹം കാണിച്ച് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. അടുത്ത ഒരാഴ്ച കാണുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.